ആകെ പരിഭ്രമിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അലീനേനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. ബാലചന്ദ്രൻ മുറിയൊക്കെ ഷിഫ്റ്റ് ചെയ്തത് ആകെ എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആ ഒരു അമ്പരപ്പിലാണ് അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നത് കേട്ടോ. അവിടേക്കാണ് നമ്മുടെ മനു കയറി വരുന്നത്. മനു അത്ര നേരം പുറത്തായിരുന്നു, മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മനു ബാലചന്ദ്രൻ്റെ ബാഗൊക്കെ ആയിട്ട് ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്കിൾ എവിടെയെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് അച്ഛൻ അപ്സ്റ്റെയറിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് കൃഷ്ണ വരുന്നത്. കൃഷ്ണ ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതെന്തിനാ അപ്പം അങ്ങോട്ട് മാറിയത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്താ ഇപ്പം ഇങ്ങനൊരു തീരുമാനം, എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അച്ഛൻ അവിടെ മതി, അവിടെ താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് അങ്കിളിന് അതാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആൻറ്റി വെറുതെ ഒന്നിനും പോകാൻ നിൽക്കണ്ട, അങ്കിൾ അവിടെ താമസിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ താമസിച്ചോട്ടെ, അങ്കിളുടെ മനസ്സമാധാനമല്ലേ ഏറ്റവും വലുതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് അലീന എന്ന് വിളിച്ചിട്ട് ബാലചന്ദ്രൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. 2-3 വട്ടം അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ഇത് കേൾക്കുന്നതും വൈജയന്തിക്ക് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അമ്പായിരുന്നു കേട്ടോ, ആരെയും വിളിക്കാതെ അലീനേനെയാണല്ലോ അച്ഛൻ അന്വേഷിക്കുന്നത് എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മുകളിൽ നിന്ന് ബാലചന്ദ്രൻ അടിയിലേക്ക് താഴത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് അലീന കുറച്ചിങ്ങോട്ട് നീങ്ങി നിൽക്കുക, എനിക്ക് നിന്നെ കാണാൻ വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പരിഭ്രമിച്ചിട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. വൈജയന്തിയുടെ മുഖമൊക്കെ മാറുമ്പോൾ അലീനയ്ക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ അലീന നീങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എവിടെ നിനക്കിവിടെ സുഖമാണോ, നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, 2 ആഴ്ചയില്ലേ കണ്ടിട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഇതിൽ പേടിച്ചിട്ട് അലീന പേടിയും പരിഭ്രമവും ഒക്കെ പാടെ അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ വിശേഷമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്താ എന്നെ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് പേടിച്ചിട്ട് വൈജയന്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഇടയ്ക്കിടയ്ക്ക് അലീനനെ തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അല്ലാണ്ട് നിന്നോട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടാന്ന് നിന്നെ ആരും വിലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന് അലീന മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാലും അത് മോശമായി പോയി, നിനക്ക് വയ്യാണ്ടിരുന്നപ്പോൾ എന്നും ഞാൻ വന്ന് നിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നില്ലേ, നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിരുന്നില്ലേ, എന്നിട്ട് നീ എന്നെ ഒരു അന്യനെ പോലെയാണല്ലോ കണ്ടിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന് അലീന മറുപടി പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, ഇനി മുതൽ നീ മുത്തശ്ശിയെ മാത്രം നോക്കിയാൽ പോരാ, എന്നെയും കൂടി നോക്കണമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അത് കേട്ടത് വൈജയന്തി ആകെ ഞെട്ടാണ് കേട്ടോ. തന്നെ ഒന്ന് അടുപ്പിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വീട്ടു ജോലിക്കാരെ കൊണ്ട് തന്നെ ശുശ്രൂഷിക്കാൻ പറയുന്നത് തന്നെ ആകെ ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേൾക്കുന്നത് കേട്ടോ. അത് കേട്ടതും മനു തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എന്തിന്, സ്വന്തം ഭാര്യയ്ക്ക് നോക്കാൻ പറ്റില്ല അല്ലേ, വീട്ടുജോലിക്കാരെയാണോ നോക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ ഒരു മറുപടിയും കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഇന്ന് പോവാൻ നിൽക്കുകയാണ്, ബാലചന്ദ്രൻ വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആണോ അലീനെ, നീ പോവാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെ, ഞാൻ പോവാൻ നിൽക്കുകയാണ്, സാറ് വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, എന്നാൽ നേരിട്ട് വന്നിട്ട് എന്നോട് യാത്ര പറഞ്ഞിട്ട് നീ പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. മുകളിലേക്ക് വരാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അലീന അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വൈജയന്തിനെയും മനുവിനെയും നോക്കുന്നുണ്ട് കേട്ടോ. മനുവിനെ നോക്കിയപ്പോൾ മനു പറയുന്നുണ്ട് അങ്കിള് പറഞ്ഞതല്ലേ, അങ്കിള് വിളിച്ചതല്ലേ, പോയിട്ട് വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മെല്ലെ മെല്ലെ അലീന പോവാൻ നിൽക്കുമ്പോൾ വൈജയന്തി ബബിതേനെ പിടിച്ച് വലിച്ചിട്ട് പറയും നീ കൂടി പോടീന്ന് പറയും. അങ്ങനെ ബബിതയും കൂടി അലീനയുടെ കൂടെ കോണിപ്പടി കയറാൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട, അലീനയ്ക്ക് ആരും എസ്കോട്ട് വേണ്ട, അലീന മാത്രം വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിൽ അവൾ വന്ന് തിരിച്ച് താഴെ എത്തിയതിന് ശേഷം എന്നോട് ചോദിച്ച് അനുവാദം മേടിച്ചതിന് മാത്രം ആർക്കും എന്നെ കാണാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് സ്വന്തം മക്കൾക്ക് കാണാനും അനുവാദം ചോദിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണം, ആർക്ക് വേണമെങ്കിലും അനുവാദം ചോദിക്കണം, ഇനി മക്കളായാലും ഭാര്യയായാലും ബന്ധുക്കളായാലും എന്നോട് അനുവാദം ചോദിച്ച് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ.
ഏത് ഡോക്ടറാ മനു ഇങ്ങനെയൊക്കെ പറയുക? ഒരു ഹാർട്ട് പേഷ്യൻറ്റിനോട് തന്നെ ഒരു മുറിയിൽ താമസിക്കാൻ ഏതെങ്കിലും ഡോക്ടർ പറയുമോ? ആ ഡോക്ടർ എന്ത് പൊട്ടനാണ്, എന്ത് ഊള ഡോക്ടറാണെന്നൊക്കെ വൈജയന്തി മനുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണ് മറുപടി കൊടുക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേറെ ആരുമല്ല, ബാലചന്ദ്രൻ ഡോക്ടർ തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. എൻ്റെ ഉള്ളിലൊരു ഡോക്ടറും ജഡ്ജിയും പോലീസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. എനിക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. അതിലിനി ആരും ഉത്കണ്ഠപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ബാലചന്ദ്രൻ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുറിയുടെ പുറത്തെത്തിയപ്പോൾ അലീന ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഉള്ളിലേക്ക് വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ അടുത്ത് കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യത്തിൽ നീ എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ അലീനയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെനിക്കറിയാം. നീ ഈ വീട്ടിലുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്? നിൻ്റെ സഹോദരങ്ങളായിട്ടല്ലേ എന്ന് ചോദിക്കും, നിൻ്റെ കുടുംബമായിട്ടല്ലേ ഈ വീട്ടിലെല്ലാവരെയും നീ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. ഈ ഇവിടെയുള്ളവരെ നീ നിൻ്റെ സഹോദരങ്ങളായിട്ടല്ലേ കാണുന്നത്? അപ്പോഴും അതേന്ന് മറുപടി. വൈജിയെ നീ എങ്ങനെയാണ് കാണുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ അമ്മയെ പോലെയാണോ? അപ്പോൾ അലീന കുറച്ചിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സത്യം പറയാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ആലോചിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അലീന കരച്ചിലൊക്കെ വരുന്നുണ്ട് അലീനയ്ക്ക് അപ്പോൾ കേട്ടോ. അലീന പറയുന്നുണ്ട്, ഇല്ല, അമ്മയെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയെ നീ സ്വന്തം മുത്തശ്ശിയെ പോലെയല്ലേ കാണുന്നത്? അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ നീ ആരായിട്ടാണ് കാണുന്നത്? ഒരു അന്യനായിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അച്ഛനായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു വട്ടം നീ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരച്ഛനായിട്ട് നീ എന്നെ കാണുമ്പോൾ ഇത്രയും തകർന്നിരിക്കുന്ന സമയത്ത് എന്നെ നീ വിട്ടു പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത് ആരാ? വൈജിയാണോ, മുത്തശ്ശിയാണോ, അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, പിന്നെ ആരാ? ഞാനല്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതേന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട്. അതെ, ഹൃദയം തകർന്നവൻ, മനസ്സ് തകർന്നവൻ എന്നൊക്കെ ബാലചന്ദ്രൻ സ്വയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നെ താങ്ങി നിർത്തേണ്ടത് നീയാണ്, എന്നെ ഇനി ശുശ്രൂഷിക്കേണ്ടതും നീയാണ്. ഇത്രയൊക്കെ ഞാൻ നിന്നോട് പറയുന്നില്ലേ, ഇനിയും നിനക്ക് പോകണമെന്ന് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിൻ്റെ കാര്യം നീ വിടുക, നിനക്ക് എന്നെ ശുശ്രൂഷിച്ച് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മകളായിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? അച്ഛനെ സ്നേഹിക്കുന്ന മകളാവുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു അച്ഛനെ വിട്ടിട്ട് ആരെങ്കിലും പോവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. മാഡത്തിൻ്റെ കാര്യം നീ വിട്ടേക്ക്, ഈ കുടുംബം സമാധാനത്തോടെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടുന്ന് പോകുന്നതെങ്കിൽ അത് നിനക്ക് തെറ്റി. നീ ഇവിടുന്ന് എന്ന് പോകുന്നു അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് അലീന ഞെട്ടുകയാണ് കേട്ടോ. നിനക്ക് എവിടെ പോകണമെങ്കിൽ നീ പറഞ്ഞു, ഞാൻ ഇനി നിനക്ക് പോകണമെന്ന് തന്നെയാണെന്ന് വെച്ചാൽ നീ പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും നിന്നെ ഞാൻ കൊണ്ടുവിടാം എന്ന് അലീനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നീ എന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അന്ന് ഈ വീട്ടിലേക്ക് ഞാനും തിരിച്ചു വരുള്ളൂ എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞെട്ടലോടെയാണ് അലീന കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ഇനി വീട്ടുജോലിക്കാരുടെ വേഷമൊക്കെ നീ മാറ്റി വെച്ചേക്ക്, എന്നെയും അമ്മേനെയും നോക്കുന്ന ജോലി മാത്രം നീ ഏറ്റെടുത്താൽ മതി. പിന്നെ ആരെങ്കിലും ഇനി നിന്നോട് ചോദിക്കുകയാണ് നീ ഇവിടുത്തെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പഴയ മറുപടി നീ മറന്നേക്ക്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ മടിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകളാണെന്നാണ് മറുപടി പറയേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് എനിക്ക് താങ്ങാവേണ്ടത്, നീ എന്നെ
ഇനി പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നീയാണ്, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന വിഷമിച്ച് നിൽക്കുന്ന, സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്ന ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്